എങ്ങും ലോകകപ്പ് ആവേശമാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കുരിക്കത്തൂരിലാണ്. കുരിക്കത്തൂരിൽ സരിലായ എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു ഫുട്ബോൾ കാർണിവൽ അല്ലേ? ഫുട്ബോൾ കാർണിവൽ കാർണിവൽ ഒരുക്കാനുള്ള ഇത് മഹേഷ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കലാണ്. നമുക്കറിയാം ഇതാ പെലെയുണ്ട്, മറഡോണയുണ്ട്. എന്താണ് ഈ ഒരു ശില്പത്തിൻ്റെ പ്രത്യേകതകൾ? ശില്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പണ്ട് കളിച്ചിരുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതരാണ്. അത് നമ്മൾ തെർമോക്കോൾ എന്നുള്ള മീഡിയം വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടുപേരുടെയും അളവുകൾ വ്യത്യാസമുണ്ട്, രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. ഒരാൾ കറുത്തിട്ട് നീണ്ട ഒരു ആളാണ്, മറ്റാൾ വെളുത്തിട്ട് കൊറിയ മനുഷ്യനാണ്. കൊറിയ മനുഷ്യനല്ല, ഒരു കുള്ള സ്വഭാവമാണ് അയാൾക്കുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ ഈ വർക്കിൽ കാണിക്കും വേണം. അതേപോലെ തന്നെ എൻ്റെ ജേഴ്സി കാര്യങ്ങൾ ഒക്കെ പഴക്കം ചെന്നതാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് കുറേ ഫോട്ടോസ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു 10 ദിവസം എടുത്തിട്ട് ചെയ്തതാണ്. എൻ്റെ സുഹൃത്ത് രാകേഷ് ഉണ്ട് സഹായിക്കാൻ. ഇതിലെ വെല്ലുവിളി എന്തൊക്കെയായിരുന്നു രാകേഷ്? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ടൈമിലായാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് മഴ, പിന്നെ കറണ്ടിലായ ഓരോ പ്രശ്നം ഉണ്ടാകുന്നു. സരിലയുടെ സംഘാടകരാണ് ഇത്തരത്തിലൊരു കാർണിവലിനായിട്ട് ഇത്തരത്തിൽ ലോകകപ്പ്, ഒപ്പം തന്നെ എന്നും ലോകം ആരാധിക്കുന്ന 2 കളിക്കാരുടെ ശില്പങ്ങൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാർണിവലിൻ്റെ? കാർണിവൽ ഏറ്റവും ഗംഭീരമാവും. കഴിഞ്ഞ 2 വേൾഡ് കപ്പ് ഞങ്ങളിവിടെ ബിഗ് സ്ക്രീൻ വെച്ചിരുന്നു. യൂറോ കപ്പ് ഞങ്ങൾ ബിഗ് സ്ക്രീൻ വെച്ചു, കോപ്പ അമേരിക്ക വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ കളിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പുതിയ തലമുറയിലെ ആളുകളെല്ലാം കളിയെ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എന്താ പറയുക, വിദ്വേഷപരമായി 2 വിഭാഗമായി ഏറ്റുമുട്ടിയ കാലമുണ്ടായിരുന്നു, ബ്രസീലും അർജൻറ്റീനയും എന്ന് പറഞ്ഞ്. ആ ഒരു ആവേശം, അതിൽ നിന്ന് കുറേ ടീമുകൾ കൂടി. പോർച്ചുഗൽ വന്നു, ജർമ്മനി വന്നു, ഫ്രാൻസ് വന്നു, ഇറ്റലി വന്നു, അങ്ങനെ കുറേ ടീമുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നപ്പോൾ കുറച്ചുകൂടി വൈബായി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ കണ്ടത് ഈ ഇന്നലെയാണ് തുടക്കം കുറിച്ചത്, ഘോഷയാത്രയോടുകൂടി തുടങ്ങി. ഇനി 11-ന് ഔപചാരികമായ ഉദ്ഘാടനം. അന്ന് ഈ സെൽഫി പോയിൻ്റ്, ഇതാണ് ഏറ്റവും ആകർഷണം. അത് മഹേഷേട്ടൻ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് വൈബാക്കിയത് ഈ ഒരു ശില്പമാണ്. അതിനൊരു സെൽഫി പോയിൻ്റാണ്. വിവിധ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് ഇത് പ്രചരിപ്പിക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും കുരിക്കത്തൂർ ഫുട്ബോൾ ആവേശത്തെ വരവേൽക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഫുട്ബോൾ കാർണിവൽ തന്നെയായിരിക്കും കോഴിക്കോട് കുരിക്കത്തൂരിൽ. ക്യാമറാമാൻ അനുരാഗിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.